ഞാൻ പലതവണ പാറുവിനോട് സത്യം പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ അപ്പോഴെല്ലാം നന്ദന്റെ രൂപത്തിലോ ആക്സിഡന്റിന്റെ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഞാൻ ഗന്ധർവനാവുന്നതുകൊണ്ട് പാറുവിന് ദോഷം സംഭവിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവൾക്ക് കത്തുകൾ അയക്കുന്നത് നിർത്തി. പക്ഷേ ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചെങ്കിലും പാറു വാശിയോടെ അന്വേഷിച്ച് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചു. പാറുവിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം ഞാൻ അവളോട് മാപ്പും ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പാറുവിനെ വിട്ടു പോകില്ല. അത് പറയാനാ നിങ്ങളെല്ലാരെയും വിളിച്ചത്. എല്ലാ സത്യവും പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേക്ക് കിട്ടിയാലോ? അതിനെന്താ, ഇനി കേക്ക് മുറിക്കാം. എന്തായാലും ജെനിഫറിനെ വിളിക്കാം. ഇദ്ദേഹത്തെ വിളിച്ചത് വലിയ അബദ്ധമായി പോയല്ലോ. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ആരെയാ നീ വിളിച്ചത്? കൈലാഷ് സാറിനെ. അവളെ നിന്നെ കോള് കിട്ടിയത്? നീ എന്ത് കാര്യത്തിനാ കൈലാസ് സാറിനെ വിളിച്ചത്? പാറു ഗന്ധർവൻ അന്വേഷിച്ചു പോകുമ്പോ പല സ്ഥലത്തും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടല്ലോ. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരു ബലത്തിന് അദ്ദേഹം കൂടെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നി. അകത്തെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജെനിഫർ കോൾ എടുക്കേണ്ടതാ. ഇനി ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അകത്ത് കയറി നോക്കാം. പാർവതി എന്നെ തെറ്റിദ്ധരിച്ചാലും സാരമില്ല. അവളുടെ സുരക്ഷയാണ് വലുത്. ഗന്ധർവന്റെ പേര് പറഞ്ഞ് ആരോ പാറുവിനെ പറ്റിക്കുകയാണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ആരെങ്കിലും പാറുവിനെ വിളിച്ച കൈലാഷ് സാറിനെ അറിയിക്കാൻ അദ്ദേഹം നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. നന്ദനെ പോലെ ആരെങ്കിലും പാറുവിനെ ഉപദ്രവിക്കാൻ വിളിച്ചതായിരിക്കുമെന്ന് കരുതി ഞാൻ സാറിനെ വിളിച്ച് അറിയിച്ചു. അദ്ദേഹം പുറത്ത് നിൽക്കുന്നുണ്ട്. നിനക്ക് ബോധമുണ്ടോ? ആരോട് ചോദിച്ചിട്ടാ നീ അയാളെ ഇങ്ങോട്ട് വിളിച്ചത്? ഇനി എത്ര വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിനക്കറിയോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേട്ടാ. ഗന്ധർവൻ വേറെ ആരും അല്ലല്ലോ, നമ്മുടെ പ്രിയനല്ലേ. അദ്ദേഹം അതറിഞ്ഞ സന്തോഷിക്കല്ലേ ഉള്ളൂ. ഒന്നും അറിയാതെ വെറുതെ മനക്കണക്ക് കൂട്ടരുത്. ഗന്ധർവൻ പ്രിയനാണെന്ന് അറിഞ്ഞ കൈലാസ് സാറ് സന്തോഷിക്കുകയല്ല, പൊട്ടിത്തെറിക്കുക ചെയ്യുക. ഈ വിവരം അറിഞ്ഞ കൈലാഷ് സാർ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കാരണം കൈലാസ് സാറിനും പാറിനും ഇഷ്ടമാണ്. പാറുവിനെ കല്യാണം കഴിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. മോഹൻ പറയുന്നത് സത്യമാണോ? ശരി, ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. കൈലാഷ് സാറ് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ട ആകെ പ്രശ്നവും.
എത്രയും പെട്ടെന്ന് കൈലാഷ് സാറിനെ കണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞയക്കുക. ഞാനെന്ത് പറയാനാ? പാറു ഗന്ധർവനെന്നൊരാളില്ലെന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറ. ഇനി അവൾ ഒരിക്കലും അയാളെ വിശ്വസിക്കില്ലെന്ന് വാക്ക് തന്നെന്നും പറഞ്ഞേക്ക്. വേഗം പോയി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്.